നമസ്തേ. ഓം ശ്രീമാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. 2025 മെയ് മാസം 10-ാം തീയതി, അതായത് കൊല്ലവർഷം 1200-ാം ആണ്ട് മേടമാസം 27-ാം തീയതി, വൈശാഖമാസം 20-ാം തീയതി ശനിയാഴ്ചയും ചിത്തിര നക്ഷത്രവും ശുക്ലപക്ഷ ത്രയോദശി തിഥിയും വരുന്ന ദിവസം, ഉത്തരായന കാലം, വസന്ത ഋതുവിൽ ഉദയം വരുന്നത് രാവിലെ 6:09 AM സൂര്യാസ്തമനം 6:34 PM രാഹുകാലം 9:15 AM മുതൽ 10:48 AM വരെയും, ഗുളികകാലം 6:08 AM മുതൽ 7:41 AM വരെയും, യമകണ്ഠകാലം 1:54 PM മുതൽ 3:27 PM വരെയും, അഭിജിത്ത് മുഹൂർത്തം 11:57 AM മുതൽ 12:19 PM വരെയും, 12:23 PM മുതൽ 12:45 PM വരെയും തുടരുന്നു. ചന്ദ്രാഷ്ടമം കുംഭക്കൂറുകാർക്ക്. ഗ്രഹനില പരിശോധിക്കുമ്പോൾ സൂര്യൻ മേടത്തിലും ഉദയവും മേടത്തിൽ തന്നെ, ചന്ദ്രൻ കന്നിയിൽ, ചൊവ്വ കർക്കിടകത്തിൽ, ബുധൻ മേടത്തിൽ, ഗുരു ഇടവത്തിൽ, ശുക്രനും മന്ദനും സർപ്പിയും മീനത്തിൽ, കന്നിയിൽ തന്നെ കേതു നിൽക്കുന്നു. ഗുളികോദയമാവട്ടെ ഇടവൻ രാശിയിലും. ഈ ഗ്രഹസ്ഥിതി പ്രകാരം 27 നക്ഷത്രക്കാർക്കും എന്തെല്ലാം ഗുണഫലങ്ങളാണ് ഉണ്ടാകുന്നത് എന്നൊന്ന് നമുക്ക് പരിശോധിക്കാം. ശനിയാഴ്ച ആയതുകൊണ്ടും കൃഷ്ണപക്ഷ, അതായത് ശുക്ലപക്ഷം തീരാൻ പോകുന്ന ശനിയാഴ്ചയാണ്. പ്രദോഷ വ്രതം 9-ാം തീയതി ആയിരുന്നു. കാരണം രാത്രി സമയത്ത്, അതായത് കാലം കൂടുന്ന സമയത്ത് വ്രതം അവസാനിപ്പിക്കുന്നത് നുള്ള സമയത്ത് പ്രദോഷം തീരും. അതായത് ത്രയോദശി തീരുന്നതുകൊണ്ട് വ്രതമായിട്ട് നമ്മൾ 9-ാം തീയതി ആയിരുന്നു. പക്ഷേ തിഥി, ത്രയോദശി തിഥി തുടരുന്നതിനാൽ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതിന്, ധർമ്മശാസ്താവിനെ പ്രാർത്ഥിക്കുന്നതിന്, നെയ്വിളക്ക് തെളിച്ച് പ്രാർത്ഥിക്കുന്നതിന്, അതുപോലെ തന്നെ വിഷ്ണുമായ സ്വാമി, അതുപോലെ മറ്റ് ചാത്തൻ സ്വാമിമാരുടെയൊക്കെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതിന്, ഉപാസന ബലം കൂട്ടുന്നതിന്, പ്രാർത്ഥനകൾ നടത്തുന്നതിനൊക്കെ പറ്റിയ ദിവസമാണ്. അപ്പം എല്ലാവിധ സൗഭാഗ്യങ്ങളും നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് നമുക്ക് ശനിയാഴ്ച നെയ്ദീപം തെളിച്ച് ധർമ്മശാസ്താവിനെ പ്രാർത്ഥിക്കുന്നതും, മറ്റ് ആഞ്ജനേയ സ്വാമി പോലെയുള്ള ശനി ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ സൗഭാഗ്യങ്ങൾ നിലനിർത്തുന്ന കിട്ടുന്നതാണ്. പ്രത്യേകിച്ചും അഷ്ടമശനി, കണ്ടകശനി, ഏഴരശനി, ജന്മശനി, അതുപോലെ തന്നെ ശനിയുടെ ശനി ദശാകാലം അനുഭവിക്കുന്നവർക്ക്, ശനിയുടെ അപഹാരം അനുഭവിക്കുന്നവരൊക്കെ ശനിയാഴ്ചകളിൽ ശാസ്താവിന് നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവിധ കഷ്ടതകളും മാറിക്കിട്ടുന്നതാണ്. അപ്പം നമുക്ക് ഇപ്പോൾ കണ്ടകശനി അനുഭവിക്കുന്ന കൂട്ടർ എന്ന് പറയുമ്പോഴത്തേക്കും 4-ാമടത്ത് ശനി വന്ന് കണ്ടകശനി അനുഭവിക്കുന്നവരാണ് ധനുരാശിയിലുള്ളവർ. 7-ാമടത്ത് ശനി വന്ന് കണ്ടകശനി അനുഭവിക്കുന്നവരാണ് കന്നിരാശിക്കാർ. 10-ാമടത്ത് ശനി വന്ന് കണ്ടകശനി അനുഭവിക്കുന്നവരാണ് മിഥുനൻ രാശിക്കാർ. അതുപോലെ 7-ര ശനി അനുഭവിക്കുന്നവർ 12 ജന്മം 2-ാം ഭാവം, 12-ലും ജന്മത്തിലും 2-ാം ഭാവത്തിലും ശനി അനുഭവിക്കുന്നവരാണ് മകര രാശിക്കാരും, കുംഭൻ, മീനം, മേടം. കുംഭൻ രാശിക്കാരും മീനൻ രാശിക്കാരും മേടം രാശിക്കാർക്കും 7-ര ശനി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ചിങ്ങൻ രാശിക്കാർക്ക് അഷ്ടമശനിയുമാണ്. അപ്പോൾ ഈ കൂട്ടരെല്ലാം കഴിയുന്നതും ശാസ്താവിനെ നെയ്ദീപം ധരിച്ച് പ്രാർത്ഥിക്കുന്നതും, ശനീശ്വരന്മാരെ പ്രാർത്ഥിക്കുന്ന, ശനിയുടെ കാരകത്വമുള്ള ഹനുമാൻ സ്വാമി, അതുപോലെ തന്നെ വിഷ്ണുമായ സ്വാമി, മറ്റ് ചാത്തൻ സ്വാമിമാരെയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ അനുഗ്രഹം ഉണ്ടാവും. ഇനി നമുക്ക് ഓരോ 27 നക്ഷത്രക്കാരുടെയും ആ ഗുണഫലങ്ങളിലേക്ക് നമുക്കൊന്ന് പോവാം.
മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശനിയാഴ്ച ആയതുകൊണ്ട്, ഏഴര ശനിക്കാലം കൂടി ആയതുകൊണ്ട്, അവർ ഏഴര ശനിയുടെ ആദ്യപാദമായതുകൊണ്ട് ശനിയാഴ്ച കറുത്ത വസ്ത്രം ധരിക്കുന്നതും, കറുപ്പോ കരിനീലിയ വസ്ത്രം ധരിക്കുന്നത്, നെയ്ദീപം ധരിച്ച് പ്രാർത്ഥിക്കുന്നത്, ശനീശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്ന നവഗ്രഹക്ഷേത്രത്തിൽ ശനീശ്വരനെ എള്ള് സമർപ്പിക്കുന്നത്, പ്രദക്ഷിണം വച്ച് പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെ ഗുണഫലം ചെയ്യുന്നതാണ്. ഇനി അവരെ സംബന്ധിച്ചിടത്തോളം അകാരണമായ ഭയം ഇവർക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നു. ശത്രുതകളൊക്കെ അല്പസ്വല്പം ഒഴിഞ്ഞ് കിട്ടുന്നതാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഒരു പരിധിവരെ പരിഹരിക്കപ്പെടുന്നതാണ്. സുഹൃത്ത് ബന്ധങ്ങളിൽ ചില വിള്ളലുകളൊക്കെ വരാനുള്ള സാധ്യതകൾ കാണുന്നു. വിശ്വാസവഞ്ചന ഏറ്റവും അടുത്തവരിൽ നിന്നും, ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ നിന്നും, ബന്ധുക്കളിൽ നിന്നുമൊക്കെ ഒരു വിശ്വാസവഞ്ചനയും അനുഭവിക്കുവാനുള്ള ഒരു യോഗം കാണുന്നുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചിരിക്കുന്നത് നന്നായിരിക്കും. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണെങ്കിലും പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ പ്രവർത്തിക്കുന്നവർക്കല്ല, വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, ചെയ്യുന്നവർക്ക്, ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ അവരുടെ കർമ്മരംഗം കൂടുതൽ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. കച്ചവടം, ചെറുകിട വ്യവസായമാണെങ്കിലും വൻകിട വ്യവസായമാണെങ്കിലും അല്പം അഭിവൃദ്ധിയോടെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. കുറച്ച് പുതിയ വഴിത്തിരിവുകളൊക്കെ കച്ചവടത്തിൽ വന്നു ചേരുന്നതാണ്. പുതിയ തന്ത്രങ്ങളൊക്കെ പ്രയോഗിച്ചു നോക്കുവാനും അതുവഴി അല്പം ധനസമ്പാദനത്തിനുള്ള മാർഗം തെളിഞ്ഞു വരുന്നതാണ്. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരവും പ്രോത്സാഹനവും ഒക്കെ കിട്ടും. അവർക്ക് അവസരങ്ങൾ പൂർണ്ണമായി വിനിയോഗിക്കാനുള്ളൊരു സാഹചര്യവും വന്നു ചേരും. കൈത്തൊഴിലുകളിൽ ചെയ്യുന്നവർക്കൊക്കെ അനുകൂലമായ സാഹചര്യമാണ്. അതിൽ നിന്നൊക്കെ അല്പസ്വല്പ അഭിവൃദ്ധി ഉണ്ടാകും. കൃഷിയും മോശമല്ലാത്ത ഒരനുഭവമായി തീരും. അതുപോലെ തന്നെ ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുവാനുള്ള സാധ്യതയുണ്ട്. മാതാപിതാക്കളോടും ബന്ധുമിത്രാദികളോടുമൊക്കെ ആശയവിനിമയം നടത്തുന്നതിന്, കുടുംബയോഗമൊക്കെ സംഘടിപ്പിക്കുന്നതിനൊക്കെ, അതുപോലെ ആത്മീയ യാത്രകളൊക്കെ സംഘടിപ്പിക്കുവാനുള്ള യോഗവും വന്നു ചേരും. ദാമ്പത്യ ജീവിതവും കുറച്ച് സന്തോഷകരമായി തന്നെ തുടരുന്നതാണ്. അപ്പോൾ എല്ലാവിധ സൗഭാഗ്യങ്ങളും സമയബന്ധിതമായി അനുഭവിക്കുന്നതിന് ശനീശ്വരന് നെയ്ദീപം തെളിച്ച് പ്രാർത്ഥിക്കുന്നത് ഉത്തമമായിരിക്കും. കൂടാതെ രാശിനാഥനായ സുബ്രഹ്മണ്യ സ്വാമിയെയും ഗണപതി ഭഗവാനെയും കൂടി പ്രാർത്ഥിച്ച് തടസ്സങ്ങൾ ഒഴിവാക്കുമ്പോൾ എല്ലാം മംഗളമായി ഭവിക്കുന്നതാണ്. ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വാക്കുകൾ പരുഷമായി പ്രയോഗിക്കുന്നത് മൂലം അനാവശ്യമായ കലഹങ്ങൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വാക്കുകൾ സൂക്ഷിച്ച് പ്രയോഗിക്കുക. വിദ്യാർത്ഥികൾക്ക് ഒരല്പം അശ്രദ്ധയൊക്കെ വരാമെങ്കിലും എഴുതിയിരുന്ന പരീക്ഷയുടെയൊക്കെ ഫലങ്ങൾ വന്ന് കൂടുതൽ സന്തോഷം നൽകാനുള്ള അവസരം വന്നു ചേരും. പുതിയ കോഴ്സുകൾ പഠിക്കുവാൻ, അതുപോലെ തന്നെ ഇഷ്ടവിഷയങ്ങൾ പഠിക്കുവാനൊക്കെ ഉള്ളൊരു സാധ്യതയും അത് തിരഞ്ഞെടുക്കാനുള്ളൊരു അവസരവും വന്നു ചേരും. ഇങ്ങനെ തളർന്ന് വീണു പോകാനുള്ള ഒരു അവസ്ഥയും കൂടിയുണ്ട്. അപ്പോൾ വീഴ്ച വരാതിരിക്കുവാൻ വേണ്ടത്ര കരുതലുകൾ എടുക്കണം. പ്രഷറൊന്നും ടെൻഷനൊന്നും ഇല്ലാതിരിക്കുവാൻ അല്പം ആത്മനിയന്ത്രണം ആവശ്യമാണ്. പെട്ടെന്ന് ദേഷ്യമൊക്കെ വരാതിരിക്കുവാൻ ശാരീരിക സ്ഥിതി ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. പഠന മികവ് നന്നായിട്ട് കുട്ടികൾക്ക് അവരുടെ പഠനത്തിലുള്ള മികവ് തെളിയിക്കാനുള്ള ഒരു അവസരം കാണും. പരീക്ഷകളിലൊക്കെ വിജയ സാധ്യത ഉറപ്പുവരുത്താം. ധനവിനിയോഗം, അതുപോലെ തന്നെ വാക്കുകളുടെ വിനിയോഗമൊക്കെ, വാക്കുകൾ നല്ല രീതിയിൽ പ്രയോഗിച്ച് എല്ലാവരുടെയും ഒരു പ്രസംഗിക്കുവാനൊക്കെയുള്ള ഒരു അവസരം കിട്ടുമ്പോൾ സംസാരിക്കേണ്ട വേദികളിൽ നന്നായി സംസാരിച്ച് ശോഭിക്കുവാനുള്ളൊരു അവസരമുണ്ട്. അതുപോലെ തന്നെ ഉള്ള പണം നന്നായി വിനിയോഗിക്കുകയും കൂടുതൽ പണം വന്നു ചേരുവാനുള്ള മാർഗങ്ങൾ ആരായുകയും അത് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുകയും ചെയ്യാനുള്ള ഒരു കഴിവും വന്നു ചേരുന്നതാണ്. കാണേണ്ടത് മാത്രം കാണുക. അതായത് കണ്ടതെല്ലാം അതങ്ങനെ തന്നെ അപ്പാടെ ഗ്രഹിക്കാതെ അതിൽ
ഒന്ന് വിശകലനം ചെയ്ത് ആ കണ്ടതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കുക. അതുപോലെ തന്നെ കേട്ടതെല്ലാം ശരിയോ എന്നും കൂടി ഒന്ന് ചിന്തിച്ചിട്ട് പ്രവർത്തിക്കുക. കണ്ടതും കേട്ടതും മനസ്സിൽ വച്ച് ഒന്നുകൂടി അതിനെ വ്യാഖ്യാനം ചെയ്തതിന് ശേഷം മാത്രം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതാണ് നല്ലത്. അതായത് ക്ഷമ പരിശോധിക്കപ്പെടുന്ന ഒരവസരമാണ്. കൂടുതൽ കർമ്മരംഗത്താണ് ഇത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. കുടുംബത്തിലെ സ്വസ്ഥത നിലനിർത്തുവാനും കർമ്മരംഗത്ത് അസ്വാസ്ഥ്യങ്ങൾ വരുത്തുവാനും ഇതുപോലെ കണ്ടതും കേട്ടതുമൊക്കെ നമുക്ക് ചിലപ്പോൾ വിഷമതകൾ വരുത്തിയേക്കാം. മനസ്സംയമനം പാലിച്ചുകൊണ്ട് ടെൻഷനൊക്കെ അവോയ്ഡ് ചെയ്ത് നന്നായി ഈശ്വര ചിന്തയോടെ രാശിനാഥയായ മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ശനീശ്വരന് നെയ്ദീപമൊക്കെ തെളിച്ച് ശിവങ്കൽ ജലധാരയൊക്കെ കഴിക്കുമ്പോൾ എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവത്തിൽ വരും. മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കൾക്ക് അല്പം ആരോഗ്യ പ്രശ്നങ്ങൾ വരുവാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ ഈ പ്രതിസന്ധി പെട്ടെന്ന് മാറുന്നതാണ്. ആരുടെയെങ്കിലും സഹായ സഹകരണങ്ങൾ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഇടപെടലുകൾ മൂലം അവരുടെ അസ്വാസ്ഥ്യങ്ങളെല്ലാം മാറിക്കിട്ടുന്നതാണ്. അതുപോലെ തന്നെ മാനസിക പരിവർത്തനമൊക്കെ വരുത്തി നന്നായിട്ട് സംസാരിക്കുവാനുള്ള ഒരു അവസരം വന്നു ചേരും. ബഹുമാനത്തോടെ എല്ലാവരുമായി ബഹുമാനത്തോടെ പെരുമാറുവാനുള്ളൊരു കഴിവും വന്നു ചേരുന്നതാണ്. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ളൊരവസരം വന്നു ചേരും. കർമ്മരംഗത്ത് പുതിയ പുതിയ നേട്ടങ്ങൾ വന്നു ചേരുന്നതാണ്. വിശിഷ്ട സ്ഥലങ്ങൾ സന്ദർശിക്കുവാനുള്ള യോഗമുണ്ട്. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ വേണ്ടി അശ്രാന്ത പരിശ്രമം നടത്തും. കുടുംബ സാഹചര്യങ്ങളൊക്കെ പുഷ്ടിപ്പെടുന്നതാണ്. ജോലിയിൽ സ്ഥിരത ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ളൊരവസരവും വന്നു ചേരും. കലാകാരന്മാർക്ക് പുതിയ പുതിയ അവസരങ്ങൾ ലഭിക്കും. മറ്റുള്ളവർക്ക് ഉപകാരപരമായ കാര്യങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കുന്നത് വഴി മാനസിക സന്തോഷം ലഭിക്കും. സൗഹൃദങ്ങളിലും മറ്റിലൂടെ ഗുണങ്ങൾ വന്നു ചേരും. പുതിയ വീട്ടുപകരണങ്ങളൊക്കെ വാങ്ങുവാനുള്ള ശ്രമം നടത്തും. നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കും. പ്രിയപ്പെട്ടവരെ പ്രീതിപ്പെടുത്താൻ കഴിയുന്നത് വഴി എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവത്തിൽ വരും. ആഗ്രഹിച്ച രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് രാശിനാഥനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ ശ്രീരാമസ്വാമിയുടെയും അനുഗ്രഹം ഉണ്ടാകും. ശനീശ്വരനെ കൂടെ ആഞ്ജനേയ സ്വാമിയെയും വിഷ്ണുമായ സ്വാമിയും മറ്റു ചതുസ്വാമിമാരെയും ഉപാസനാമൂർത്തികളെയും ഒക്കെ പ്രാർത്ഥിക്കുമ്പോൾ ധർമ്മശാസ്ത്രവിനൊരു നെയ്ദീപമൊക്കെ തെളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവത്തിൽ വന്നു ചേരുന്നതാണ്. കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈശ്വരാധീനം വർദ്ധിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ മനസ്സറിഞ്ഞ് എല്ലാവിധ പ്രാർത്ഥനകളും മുടങ്ങാതെ തുടരുന്നത് നന്നായിരിക്കും. കാര്യസിദ്ധി പ്രാപ്തി മന്ത്ര ജപാദികൾ കൊണ്ട് സർവകാര്യസിദ്ധി പ്രാപ്തി വരുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് നൂതന പഠന മേഖലകളൊക്കെ കണ്ടെത്തുവാനും വിദേശത്ത് പോയി പഠിക്കുവാനും നാട്ടിൽ തന്നെയാണെങ്കിലും ഇഷ്ട വിഷയങ്ങളൊക്കെ സെലക്ട് ചെയ്ത് പഠിക്കുവാനുള്ള സാഹചര്യം വന്നു ചേരും. വിവര സാങ്കേതിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ അനുകൂലമായ സാഹചര്യം വന്നു ചേരുന്നതാണ്. വ്യാപാര വ്യവസായങ്ങളിൽ പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിച്ച് ബിസിനസ്സൊക്കെ ഒന്ന് മെച്ചപ്പെടുത്തുവാനുള്ളൊരു സാഹചര്യവും വരും. വിദേശ യാത്രകൾക്കുള്ള മാർഗങ്ങൾ പല വിധത്തിൽ സഹോദരങ്ങൾ മുഖേനയും സുഹൃത്തുക്കൾ മുഖേനയും ഒക്കെ വരും. ഏറ്റവും അനുയോജ്യമായത് തിരഞ്ഞെടുക്കുക. എന്നിട്ട് തിരഞ്ഞെടുക്കുന്നത് ഏറ്റവും അനുയോജ്യമായി തിരഞ്ഞെടുക്കുവാൻ ശ്രമിക്കുക. പൈതൃക സ്വത്തിൽ നിന്നും ധനലാഭം പ്രതീക്ഷിക്കാം. വളരെ കാലങ്ങളായി അനുഭവിച്ചു വരുന്ന വേദനകളും വിഷമങ്ങളും ഒക്കെ കുറഞ്ഞു വരുന്നതായി കാണാം. അത് ശാരീരികമാവട്ടെ മാനസികമാവട്ടെ കുടുംബത്തിൽ നിന്നും വന്നു ചേരുന്ന ബുദ്ധിമുട്ടുകളും ആവാം. എല്ലാം ഒരു വിധത്തിൽ പരിഹരിക്കപ്പെടുന്നതായി കാണാം. സ്വയം തൊഴിലുകളിൽ കൂടുതൽ ലാഭങ്ങൾ വന്നു ചേരുന്നതായി കാണാം. മറ്റുള്ളവരുമായുള്ള ധനപരമായ ഇടപാടുകൾ കലഹങ്ങളൊന്നും വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കൊടുക്കൽ വാങ്ങൽ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നത് നന്നായിരിക്കും. രാശിനാഥയായ ദുർഗാദേവിയുടെ അനുഗ്രഹത്തോടുകൂടി ശിവങ്കൽ ജലധാരയൊക്കെ നടത്തി പിൻവിളക്കിൽ എണ്ണയൊക്കെ കൊടുത്ത് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ധർമ്മശാസ്താവിന് നെയ്ദീപമൊക്കെ തെളിക്കുമ്പോൾ
എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവത്തിൽ വന്നു ചേരുന്നതാണ്. മീൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായ ലക്ഷ്യപ്രാപ്തി ഉണ്ടാകും. ചെലവുകൾ നിയന്ത്രിക്കും. പൊതുരംഗത്ത് ശ്രദ്ധിക്കപ്പെടുവാനുള്ള യോഗമുണ്ട്. ആഗ്രഹിച്ച സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം കിട്ടുവാനും അതുപോലെ തന്നെ കുട്ടികളുടെ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിച്ച് അവരുടെ വിദ്യാഭ്യാസ കാര്യത്തിനും കൂടി ശ്രദ്ധ പതിപ്പിക്കുന്ന രീതിയിൽ സ്ഥലം മാറ്റം പ്രയോജനപ്പെടുത്തും. ശത്രുക്കളൊക്കെ മിത്രങ്ങളായിത്തീരും. എല്ലാവരോടും നല്ല സമവായത്തിൽ പ്രവർത്തിക്കുവാൻ സാധിക്കും. ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമായി വരും. വീട്ടിൽ ശുഭകാര്യങ്ങൾ നടക്കുവാനുള്ള യോഗമുണ്ട്. ജോലിയുമായി ബന്ധപ്പെട്ട എല്ലാവിധ ആശങ്കകളും ഒഴിയുന്നതാണ്. പുതിയ കോഴ്സിന് ചേരുവാനും ആ കോഴ്സിലൂടെ കുറച്ച് സന്തോഷം, മാനസിക സന്തോഷം അല്ലെങ്കിൽ ആത്മവിശ്വാസം വർദ്ധിക്കും. പിന്നെ മാനസിക സംഘർഷങ്ങളൊക്കെ കുറയും. പുതിയ വാഹനങ്ങൾ വാങ്ങുവാനും യോഗം കാണുന്നുണ്ട്. വിദേശ യാത്രയ്ക്കുള്ള അവസരങ്ങളും വന്നു ചേരും. കുട്ടികളുടെ പഠന വൈകല്യങ്ങളൊക്കെ മാറി കുറച്ചുകൂടി കാര്യപ്രാപ്തി വന്നു ചേരുന്ന സമയമാണ്. അപേക്ഷകളും നിവേദനങ്ങളുമൊക്കെ അംഗീകരിക്കപ്പെടും. എല്ലാവിധ സൗഭാഗ്യങ്ങളും നിലനിർത്തിക്കൊണ്ടുപോകാൻ രാശിനാഥനായ സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ശിവങ്കൽ ജലധാരയൊക്കെ നടത്തി നമശിവായ ജപിച്ച് ഉപാസനാ ബലം കൂട്ടുകയും അതുപോലെ ശനീശ്വരന്മാരെ, അതായത് വിഷ്ണുമായ സ്വാമി, മറ്റു ചാത്തൻ സ്വാമിമാരെ, ആഞ്ജനേയ സ്വാമി, അയ്യപ്പസ്വാമിയൊക്കെ പ്രാർത്ഥിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും. കന്നി രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം എല്ലാവിധ സൗഭാഗ്യങ്ങളും, അതായത് വളരെ ശ്രദ്ധാപരമായ ഇടപെടലുകൾ മൂലം ബന്ധുജനങ്ങളുമായിട്ട് നല്ല ഐക്യത്തിൽ പ്രവർത്തിക്കുവാൻ സാധിക്കും. സഹോദരങ്ങളുമായി നല്ല രീതിയിലുള്ള ഒരു കുടുംബ ഐക്യം നിലനിർത്തി കൊണ്ടുപോകുവാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണ്. ഉദ്യോഗാർത്ഥികൾക്ക് നിയമന ഉത്തരവുകളൊക്കെ ലഭിക്കുവാൻ ഇടയുണ്ട്. സർക്കാർ ജീവനക്കാർക്ക് മേലധികാരികളിൽ നിന്ന് അംഗീകാരമൊക്കെ ലഭിക്കുവാനുള്ള സാധ്യത കാണുന്നു. രാഷ്ട്രീയ രംഗത്ത് പൊതുജന പിന്തുണ വർദ്ധിക്കും. അതുപോലെ തടസ്സപ്പെട്ട് കിടന്നിരുന്ന കാര്യങ്ങൾ പുനരാരംഭിക്കുന്നതിനുള്ള യോഗം വന്നു ചേരും. അപകട ദുരിതങ്ങളിൽ നിന്നും ഈശ്വരാധീനത്തിൽ രക്ഷപ്പെടും. അതുപോലെ പുതിയ തൊഴിൽ സംരംഭങ്ങൾ ഏർപ്പെട്ട് അത് വിജയത്തിലേക്ക് എത്തിക്കുവാൻ ഒരു തീവ്രശ്രമം നടത്തും. സാമ്പത്തികമായി ഉദ്ദേശിച്ച ലക്ഷ്യം നേടും. ചിലവുകളൊക്കെ നിയന്ത്രിക്കും. പൊതുരംഗത്ത് ശോഭിക്കുവാനുള്ള എല്ലാവിധ അവസരവും വന്നു ചേരും. സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് വഴി ഇഷ്ടകാര്യങ്ങൾ പലതും നിറവേറ്റും. പൊതുപ്രവർത്തനങ്ങളിലൂടെ മനസ്സിനും ശരീരത്തിനും ഉന്മേഷവും ഒരു ഉണർവും വന്നു ചേരും. വീട്ടുകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കും. അങ്ങനെ കുടുംബാന്തരീക്ഷം സന്തോഷപൂർണമായി തീരുകയും രാശിനാഥയായ മൂകാംബിക ദേവിയുടെ അനുഗ്രഹത്താൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും നിലനിർത്തിക്കൊണ്ടുപോകാൻ സാധിക്കും. ശിവങ്കൽ ജലധാര നടത്തുന്നതും ശാസ്താവിന് നീരാഞ്ജനം തെളിക്കുന്നതുമെല്ലാം സൗഭാഗ്യങ്ങൾ നിലനിർത്തിക്കൊണ്ടുപോകുവാൻ സഹായിക്കും. തുലാരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ രംഗത്ത് അറിവുകൾ വർദ്ധിക്കും. പുതിയ ആശയങ്ങൾ നടപ്പിലാക്കുവാൻ ശ്രമിക്കും. ആരോഗ്യം തൃപ്തികരമാവും. അടുത്ത ബന്ധുക്കളുമായുള്ള അഭിപ്രായ ഭിന്നതകൾ മാറിക്കിട്ടും. സന്തോഷവും സംതൃപ്തിയും സമാധാനവും നിലനിർത്തിക്കൊണ്ടുപോകാൻ നന്നായി പരിശ്രമിക്കുകയും എല്ലാവരുമായി ഐക്യത്തോടെ പെരുമാറുകയും ചെയ്യും. മാനസിക സമ്മർദ്ദങ്ങൾ കുറയും. സന്താനങ്ങളുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമൊക്കെ നിറവേറ്റുന്നതിനായി സമയം കണ്ടെത്തും. ബിസിനസ് കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയും ഗൗരവവും പുലർത്തും. ബിസിനസ് ആവശ്യത്തിനായുള്ള യാത്രകൾ കൂടുതൽ ഫലപ്രദമാക്കുവാൻ ശ്രമിക്കും. സ്വജനങ്ങളിൽ നിന്നും ഗുണഫലങ്ങൾ പ്രതീക്ഷിക്കാം. തൊഴിൽ മേഖലയിൽ കൂടുതൽ പ്രയത്നങ്ങൾ ചെയ്ത് പലതരത്തിലുള്ള ധനലാഭത്തിനുള്ള മാർഗം കണ്ടെത്തും. ഉത്തരവാദിത്വ ബോധം കൈവരും. ഉദ്ദേശിച്ച കാര്യങ്ങൾ വിജയിപ്പിക്കുവാനായി ശ്രമിക്കും. പുതിയ സംരംഭം തുടങ്ങാൻ പറ്റിയ സമയമാണ്. എല്ലാ സൗഭാഗ്യങ്ങളിലും എല്ലാ ഉണർവും ഉന്മേഷവും കണ്ടെത്തി എല്ലാ കാര്യങ്ങളും നന്നായി കൊണ്ടുപോകുവാൻ ശ്രമിക്കുന്നത് വഴി മാനസികമായ സന്തോഷവും ഒരു ആത്മനിർവൃതിയും ഉണ്ടാകും.
രാശിനാഥയായ മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം കുടുംബ പരദേവതയ്ക്കൊക്കെ ദീപം തെളിച്ച് പ്രാർത്ഥിക്കുന്നത്, ശിവങ്കൽ ജലധാര നടത്തുന്നത്, ശിവക്ഷേത്ര ദർശനം നടത്തുന്നത്, നമശിവായ ജപിക്കുന്നത്, ശാസ്താവിന് നെയ്ദീപം തെളിക്കുന്നതൊക്കെ ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതിന് സഹായകമാവും. വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അത്ഭുതകരമായ സഹായ സഹകരണങ്ങൾ പിണങ്ങി നിന്നവരിൽ നിന്നും ഉണ്ടാകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കുന്ന സമയമാണ്. സംയുക്ത സംരംഭങ്ങൾ വിപുലപ്പെടുത്തും. ഭാവി കാര്യങ്ങളിൽ അമിതമായ പ്രതീക്ഷ പുലർത്തുന്നതാണ്. വീട് പണിയൊക്കെ പൂർത്തിയാക്കും. സ്വത്ത് തർക്കങ്ങൾ രമ്യമായി പരിഹരിക്കും. പുതിയ കോഴ്സിന് ചേർന്ന് പഠിക്കുവാനുള്ള അവസരം പരിപൂർണമായി ഫലപ്രാപ്തിയിലെത്തിക്കും. പങ്കാളിയുമായി ഉല്ലാസയാത്രയ്ക്കൊക്കെ ശ്രമിക്കും. ഗ്രഹോപകരണങ്ങൾ വാങ്ങും. ഉപകാരം ചെയ്തവരെ പ്രീതിപ്പെടുത്തുന്നതിനുള്ള പ്രാർത്ഥികളൊക്കെ സംഘടിപ്പിക്കും. നിർണായകമായ കാര്യങ്ങളിൽ ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്നത് വഴി ആത്മസംതൃപ്തി ഉണ്ടാകും. ഹർജികളും നിവേദനങ്ങളുമൊക്കെ പരിഗണിക്കപ്പെടും. പ്രിയപ്പെട്ടവരുമായിട്ട് ഒരു നല്ല ഐക്യം പുലർത്തും. സ്വന്തം ഉത്തരവാദിത്വത്തിൽ വലിയ വലിയ കാര്യങ്ങൾ ആരംഭിക്കുകയും അത് നല്ല രീതിയിൽ കൊണ്ടുപോവുകയും ചെയ്യുമ്പോൾ എല്ലാവിധ സൗഭാഗ്യങ്ങളും നിലനിന്ന് കിട്ടും. ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കുന്നത് വഴി കുടുംബ അന്തരീക്ഷവും സന്തോഷപൂർണമായി തീരും. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പേരും പ്രശസ്തിയും വന്നു ചേരുന്നതാണ്. രാശിനാഥയായ ഭദ്രകാളി അമ്മയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം കുടുംബ പരദേവതയ്ക്ക് നെയ്ദീപമൊക്കെ തെളിച്ച് കുടുംബ പരദേവതയ്ക്ക് നിവേദ്യമൊക്കെ സമർപ്പിക്കാം. അതുപോലെ തന്നെ ധർമ്മശാസ്താവിന് നെയ്വിളക്കൊക്കെ കത്തിച്ച് നീരാഞ്ജനമൊക്കെ തെളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ശിവങ്കൽ ജലധാര കഴിക്കുമ്പോൾ, ഉപാസനാബലം കൂട്ടുമ്പോൾ, വരാഹിയമ്മയെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം മംഗളമായി ഭവിക്കുന്നതാണ്. ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ജോലിയിലുള്ള അസ്ഥിരതയൊക്കെ മാറി ജോലിയിൽ ഒരു സ്ഥിരത വരുന്നതായി കാണാം. കലാകാരന്മാർക്ക് അവരുടെ പുതിയ പുതിയ അവസരങ്ങൾ ലഭിക്കും. കിട്ടിയ അവസരങ്ങൾ നല്ലവണ്ണം പ്രയോജനപ്പെടുത്തുവാൻ ശ്രമിക്കുക. മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യുന്നതിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നത് നന്നായിരിക്കും. വിശിഷ്ട സ്ഥലങ്ങൾ സന്ദർശിക്കുമ്പോൾ ആ സ്ഥലത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് എന്തെല്ലാം പ്രയോജനങ്ങൾ ഇതുകൊണ്ട് നമുക്കുണ്ടായി, യാത്രകൾ കൊണ്ടുള്ള ഗുണങ്ങൾ ചർച്ച ചെയ്യുന്നത്, അതുപോലെ തന്നെ എവിടെ പോകുമ്പോഴും എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ കുറച്ചുകൂടി ചിട്ടപ്പെടുത്തി പോകണം എന്നൊക്കെയുള്ള ഒരു തിരിച്ചറിവ് വരുന്ന സമയമാണ്. ആഗ്രഹിച്ചവരുമായി ഒത്തുചേരുവാനുള്ള ഒരു സന്ദർഭവും വന്നു ചേരും. വിദേശത്ത് ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്ക് അതിനുള്ള അറിയിപ്പുകളൊക്കെ ലഭിക്കും. സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് വഴി കുടുംബ അന്തരീക്ഷം കൂടുതൽ ശോഭനമായി തീരും. ഇഷ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കുന്നതിനുള്ളൊരവസരം വന്നു ചേരും. പൊതുപ്രവർത്തനങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കും. തൊഴിൽ രംഗത്ത് പലതരത്തിലുള്ള അറിവുകൾ നേടും. ആരോഗ്യം തൃപ്തികരമായിരിക്കും. അടുത്ത ബന്ധുക്കളുമായുള്ള അഭിപ്രായ ഭിന്നത വരാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാവിധ സൗഭാഗ്യങ്ങളും നിലനിന്ന് കിട്ടുവാൻ രാശിനാഥനായ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം മഹാദേവന് ജലധാര നടത്തുന്നതും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി നമശിവായ ജപിക്കുന്നത്, അതുപോലെ തന്നെ ധർമ്മശാസ്താവിൻ്റെ ദീപം തെളിയിക്കുന്നതൊക്കെ ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതിന് സഹായകമാവും. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വീട് പുതുക്കി പണിയുന്നതിനുള്ള അവസരം വന്നു ചേരും. കർമ്മരംഗത്ത് ശ്രദ്ധിക്കപ്പെടുന്നതിനുള്ള യോഗം കാണുന്നു. കുട്ടികളുമായി ബന്ധപ്പെട്ട എല്ലാവിധ ആഗ്രഹങ്ങളും അവരോടൊപ്പം കൂടിയിരുന്ന് ചർച്ച ചെയ്ത് പരിഹരിക്കപ്പെടുവാൻ ശ്രമിക്കും. പ്രതീക്ഷകളെല്ലാം സഫലമാകുന്ന ദിവസമാണ്. തൊഴിൽ രംഗത്ത് പല വിധത്തിലുള്ള അംഗീകാരവും പ്രോത്സാഹനവും ലഭിക്കും. കുടുംബ ഐക്യം നിലനിർത്തും. സാമ്പത്തിക കാര്യങ്ങളിലുള്ള തടസ്സങ്ങളൊക്കെ അല്പം കുറയും. മാറ്റിവെച്ച കാര്യങ്ങൾ നടത്തുവാനുള്ള ഒരു ശ്രമം നടത്തും. പണയ വസ്തുക്കളൊക്കെ തിരിച്ചെടുക്കുവാൻ ശ്രമിക്കും. ആഗ്രഹിച്ചവരുമായി
യോഗങ്ങളൊക്കെ ചേരുന്നതിന്, അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞു തീർക്കുന്നതിനൊക്കെയുള്ള അവസരം വന്നു ചേരും. ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതിനുള്ള യോഗം കാണുന്നു. ഉപകാരം ചെയ്തവരുമായി അഭിപ്രായ ഐക്യം ഉണ്ടാവുകയും അവർക്ക് വേണ്ടി മീറ്റിങ്ങുകളൊക്കെ വിളിച്ചു കൂട്ടി അല്ലെങ്കിൽ അവരെ ബഹുമാനിക്കുന്നതിന്, അവരുടെ ആ സഹായ സഹകരണങ്ങൾക്ക് നന്ദി പറയുവാൻ അവസരം കണ്ടെത്തും. തൊഴിലില്ലാതിരുന്നവർക്ക് തൊഴിൽ ലഭിക്കുവാനുള്ള സാധ്യതയും കാണുന്നു. പുതിയ സ്ഥാനമാനങ്ങൾ രാഷ്ട്രീയ പ്രവർത്തകർക്കും പൊതുപ്രവർത്തകർക്കും ഒക്കെ പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കുന്ന സമയമാണ്. ഉദ്ദേശിച്ച യാത്രകൾ ഫലപ്രാപ്തിയിലെത്തും. വീട്ടിൽ മംഗളകർമ്മങ്ങളൊക്കെ സംഘടിപ്പിക്കുവാനുള്ള ഒരു യോഗമുണ്ട്. എടുത്തുചാട്ടം നിയന്ത്രിച്ച് എതിർപ്പുകളെ അതിജീവിക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ വിജയം സുനിശ്ചിതമാണ്. എല്ലാവിധ സൗഭാഗ്യങ്ങളും നിലനിർത്തിക്കൊണ്ടുപോകാൻ രാശിനാഥനായ ശനീശ്വരനെയും വിഷ്ണുമായ സ്വാമിയും ചത്തൻസ്വാമിമാരെയും ആഞ്ജനേയ സ്വാമിയും ഒക്കെ പ്രാർത്ഥിക്കുന്നത്, കുടുംബപരദേവതയ്ക്ക് ദീപം തെളിക്കുന്നത്, കുടുംബപരദേവതാ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത്, ശിവക്ഷേത്രത്തിൽ ജലധാര നടത്തുന്നതൊക്കെ സൗഭാഗ്യങ്ങൾ നിലനിർത്തി കിട്ടുന്നതിന് സഹായകരമാവും. കുംഭൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ചില വിലപ്പെട്ട വസ്തുക്കൾ കൈവശം വന്നു ചേരും. മനസ്സ് ശാന്തമാവും. വീട് നിർമ്മാണം, അതായത് വീട് പണി പൂർത്തീകരിച്ച് ഗ്രഹ പ്രവേശമൊക്കെ നടത്താനുള്ള ഒരു തീരുമാനം ഉണ്ടാകും. മാതൃകാപരമായി കാര്യങ്ങളിൽ ഏർപ്പെടും. സാമ്പത്തികമായി അല്പം ധനം വന്നു ചേരുന്ന മെച്ചപ്പെടുന്ന ഒരു സമയമാണ്. ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം ആഗ്രഹിച്ച രീതിയിൽ തന്നെ കൊണ്ടുപോകുവാൻ സാധിക്കും. ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കുന്ന സമയമാണ്. സംയുക്ത സംരംഭങ്ങൾക്കൊക്കെ നേതൃത്വം വഹിക്കും. മംഗളകർമ്മങ്ങൾ നടക്കുവാനുള്ള സാഹചര്യങ്ങൾ പരിപൂർണമായി വിജയിക്കും. വീട്ടിലെ സുഖ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കും. ഗ്രഹം മോടി പിടിപ്പിക്കും. സൗഹൃദ ബന്ധങ്ങൾ പ്രയോജനപ്പെടുത്തും. സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധ വയ്ക്കുന്നത് വളരെ നന്നായിരിക്കും. കലാകാരന്മാർക്ക് അംഗീകാരം പ്രോത്സാഹനമൊക്കെ ലഭിക്കുമ്പോഴും മനോധൈര്യവും സാഹസികതയും വർദ്ധിക്കും. പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കുമ്പോൾ അഹന്ത വന്നു ചേരാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം. കാരണം വാക്കുകളിൽ ചിലപ്പോൾ ഒരു പ്രകടന സ്വഭാവം കാണിക്കും. ഒത്തിരി അഹന്തയുടെ ലക്ഷണങ്ങളൊന്നും പ്രകടിപ്പിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാം ഈശ്വരൻ്റെ അനുഗ്രഹത്താൽ നടന്നു പോകുന്നതാണ്. എല്ലാം എൻ്റെ കഴിവാണെന്ന് വിശ്വസിക്കരുത്. ഒരു കൂട്ടായ പ്രവർത്തനത്തിലൂടെ നമ്മൾക്ക് കിട്ടിയ ആ അറിവുകൾ, അത് സൗഭാഗ്യങ്ങൾ ഈശ്വരാനുഗ്രഹമാണെന്ന് വിശ്വസിക്കുവാൻ ശ്രമിക്കണം. എല്ലാവിധ സൗഭാഗ്യങ്ങളും എന്നെന്നും നിലനിർത്തി കിട്ടുവാൻ, കുടുംബവുമായി നല്ല സന്തോഷവും സമാധാനവും നിലനിർത്തുവാൻ രാശിനാഥനായ ശനീശ്വരൻ്റെയും ആഞ്ജനേയ സ്വാമിയുടെയും വിഷ്ണുമായ സ്വാമിയുടെയും ചത്തൻസ്വാമിമാരുടെയും കുടുംബപരദേവതയുടെയും ഒക്കെ അനുഗ്രഹം എപ്പോഴും നിലനിർത്തിക്കൊണ്ടു പോവുക. അതിനായി പ്രാർത്ഥനകൾ ചെയ്യുക. ജപവും ഉപാസനയും ഒക്കെ നിലനിർത്തിക്കൊണ്ടു പോകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ശനിയാഴ്ച ആയതുകൊണ്ട് ശിവങ്കൽ ജലധാരയും ശാസ്താവിന് നെയ്ദീപവും തെളിക്കുന്നത് കൂടുതൽ ശോഭനമായി തീരും. മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കുട്ടികളുടെ വിവാഹ കാര്യങ്ങളിൽ ഒരു അനുകൂലമായ തീരുമാനമെടുക്കും. പുതിയ കർമ്മ മേഖലകളിൽ പണം മുടക്കും. പെട്ടെന്ന് ദൂരയാത്രകൾ ആവശ്യമായി വരും. ആ യാത്രകൾ ഫലപ്രദമാക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പുതിയ വാഹനം വാങ്ങുന്നതിനുള്ള തീരുമാനം പുനഃപരിശോധിക്കുന്നത് നന്നായിരിക്കും. ജോലിയുമായി ബന്ധപ്പെട്ട ആശങ്കകൾ ഒഴിഞ്ഞു കിട്ടുന്നതാണ്. പുതിയ കോഴ്സുകൾക്കൊക്കെ ചേരുമ്പോൾ അതിൻ്റെ ഫലപ്രാപ്തി ഒന്നുകൂടി പരിശോധിക്കുന്നത് നന്നായിരിക്കും. മാനസിക സംഘർഷങ്ങൾ കുറയുന്ന ദിവസമാണ്. ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധ ആവശ്യമാണ്. ജോലിയിലെ മാറ്റങ്ങൾ ഗുണകരമാവും. മനോബലം വർദ്ധിക്കും. അതുപോലെ തന്നെ കുടുംബവുമൊത്ത് ദൂരയാത്രകൾ ചെയ്യുവാൻ ശ്രമിക്കും. ജീവിതത്തിലെ പല നല്ല സാഹചര്യങ്ങളും പരിപൂർണ വിജയമാക്കി തീർക്കുവാൻ ശ്രമിക്കണം. എല്ലാവിധ സൗഭാഗ്യങ്ങളും സമയബന്ധിതമായി അനുഭവിക്കുവാനും അത് ചിട്ടപ്പെടുത്തി ചെയ്യുവാനും കഴിയുമ്പോൾ കുടുംബാന്തരീക്ഷവും മാനസിക സൗഖ്യവും നിലനിന്ന് കിട്ടും.
കുടുംബാന്തരീക്ഷത്തിലെ എല്ലാവിധ പ്രശ്നങ്ങളും പറഞ്ഞ് തീർത്ത് കുടുംബം കൂടുതൽ ഐശ്വര്യപൂർണ്ണമാക്കി തീർക്കുവാൻ പ്രാർത്ഥനകൾക്ക് സാധിക്കും. ജപവും ഉപാസനയും വർദ്ധിപ്പിക്കുന്നതോടുകൂടി കുടുംബ പരദേവതകൾക്ക് ദീപം തെളിച്ച് പ്രാർത്ഥിക്കുന്നതോടുകൂടി ശിവക്ഷേത്ര ദർശനത്തിലൂടെ സൗഭാഗ്യങ്ങൾ നിലനിന്ന് കിട്ടുന്നതാണ്. 27 നക്ഷത്രക്കാർക്കും തങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള എല്ലാവിധ സൗഭാഗ്യങ്ങളും നിലനിർത്തി കിട്ടുവാൻ ശനീശ്വരനെ പ്രാർത്ഥിക്കുന്നത്, ശനിയാഴ്ച അതിൻ്റെ കറുപ്പോ കരിനീലയോ വസ്ത്രം ധരിക്കുന്നത്, ശാസ്താവിന് നീരാഞ്ജനം തെളിക്കുന്നത്, ശിവങ്കൽ ജലധാര കഴിക്കുന്നത് ഒക്കെ ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതിനും കുടുംബാന്തരീക്ഷം സ്വസ്ഥവും സമാധാനപൂർണവുമാകുന്നതിനും സഹായകമാവും. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.